ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് എറണാകുളം ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി ലേഖകൻ രാജ്മോഹൻ. പൊക്കാളി കാർഷിക മേഖലയിലെ സുസ്ഥിര കൃഷിക്കും പരിസ്ഥിതി സംരക്ഷണത്തിനുമുള്ള സുപ്രധാന ചുവടുവയ്പ്പിന്റെ ഭാഗമായി എറണാകുളം ജില്ലയിൽ ജില്ലാ താലൂക്ക് തലങ്ങളിൽ നിരീക്ഷണ സമിതികൾക്ക് രൂപം നൽകി. പൊക്കാളി നെൽവയലുകളിലെ നെൽകൃഷി, മത്സ്യകൃഷി, ഓരുവെള്ള നിയന്ത്രണം എന്നിവയുൾപ്പെടെയുള്ള സുപ്രധാന വിഷയങ്ങളിൽ ഈ സമിതികൾ മേൽനോട്ടം വഹിക്കും. ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യും. താലൂക്കിൽ ലഭ്യമായ പൊക്കാളി പ്രദേശത്ത് അതാത് സീസണിൽ നെൽകൃഷിയും മത്സ്യകൃഷിയും നടത്തുന്നതിനുള്ള ഇടപെടൽ നടത്തുക, സീസൺ ആരംഭിക്കുന്നതിന് തൊട്ടുമുൻപ് യോഗം ചേർന്ന് പാടശേഖരങ്ങളിലെ തയ്യാറെടുപ്പുകൾ വിലയിരുത്തി മാർഗനിർദ്ദേശങ്ങൾ നൽകുക, കാർഷിക പ്രവർത്തനങ്ങൾ നിശ്ചിത സമയത്ത് തന്നെ ആരംഭിച്ചു എന്ന് ഉറപ്പാക്കുക തുടങ്ങിയ കാര്യങ്ങൾ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കും. പൊക്കാളി കൃഷിസ്ഥലങ്ങൾ തരിശിടുന്നില്ലെന്ന് ഉറപ്പുവരുത്തി ഗവൺമെന്റും പൊക്കാളി നിലവികസന ഏജൻസിയും നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടെന്നും സമിതികൾ ഉറപ്പാക്കും. കൂടാതെ പൊക്കാളി കൃഷി വിജയകരമായി നടത്തുന്നതിന് വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിനും സമിതികൾ നടപടിയെടുക്കും. ജില്ലയിലെ മൊത്തം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ഫോർട്ട് കൊച്ചി സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ജില്ലാതല നിരീക്ഷണ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ആദ്യമായി ബജറ്റ് ടൂറിസത്തിന് തുടക്കം കുറിച്ച കൂത്താട്ടുകുളം KSRTC ഡിപ്പോയുടെ ബജറ്റ് ടൂറിസം പദ്ധതി 3 വർഷം പൂർത്തിയാക്കി. ഈ കാലയളവിൽ 337 യാത്രകളിലായി 15,000-ലധികം പേരാണ് ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായത്. കൂത്താട്ടുകുളം ഡിപ്പോയുടെ ആദ്യ യാത്ര അഞ്ചുരുളിയിലേക്കായിരുന്നു. ബജറ്റ് ടൂറിസം എന്ന ആശയത്തിന് പുറമെ അപരിചിതരായ ആളുകൾ തമ്മിൽ യാത്രകൾ സൃഷ്ടിച്ച സൗഹൃദവും പരിപാടിയുടെ പ്രത്യേകതയായി. 4ാം വർഷത്തിലേക്ക് കിടക്കുമ്പോൾ നിരവധി യാത്രകളാണ് ഇനിയും വരാനിരിക്കുന്നത്. മലയാറ്റൂർ, വട്ടവട, മലമ്പുഴ എന്നിവിടങ്ങളിലേക്കും കപ്പൽ യാത്രകൾ ഉൾപ്പെടെ വ്യത്യസ്തമായ യാത്രാ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അടുത്ത മാസം മുതൽ വയനാട്, മലക്കപ്പാറ, രാമക്കൽമേട്, കോവളം, ഇല്ലിക്കൽ കല്ല്, ഇലവീഴ പൂഞ്ചിറ, ഗവി, സൈലന്റ് വാലി, പൊന്മുടി, നിലമ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും യാത്രകൾ സംഘടിപ്പിക്കുന്നുണ്ട്. കൊച്ചി വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്തവരുടെ എണ്ണം 40 ലക്ഷം കടന്നു. പ്രവർത്തനം ആരംഭിച്ച് 2 വർഷം കൊണ്ടാണ് വാട്ടർ മെട്രോ ഈ നേട്ടം കൈവരിച്ചത്. കൊച്ചിയിലെത്തുന്ന പ്രമുഖരുടെയും സാധാരണക്കാരുടെയും ടൂറിസം ഡെസ്റ്റിനേഷനായി മാറാൻ ഈ കാലയളവിനുള്ളിൽ വാട്ടർ മെട്രോയ്ക്ക് കഴിഞ്ഞു. 3ാം വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പരിസ്ഥിതി സൗഹൃദ സർവീസായ കൊച്ചി വാട്ടർ മെട്രോ. ആദ്യഘട്ടത്തിൽ പദ്ധതിക്കായി 23 ബോട്ടുകൾ നിർമ്മിക്കാനാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിന് കരാർ നൽകിയിരുന്നത്. ഇതിൽ 19 ബോട്ടുകൾ നിർമ്മിച്ച് കൈമാറിക്കഴിഞ്ഞു. അവശേഷിക്കുന്ന 4 ബോട്ടുകളിൽ 2 എണ്ണത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. ഒരെണ്ണത്തിന്റെ ട്രയൽ റൺ ആരംഭിച്ചു. 1.5 മാസത്തിനുള്ളിൽ ഈ ബോട്ട് കൂടി ലഭിച്ചേക്കും. ഹൈക്കോർട്ട്, ഫോർട്ട് കൊച്ചി, വൈപ്പിൻ, സൗത്ത് ചിറ്റൂർ, ചേരാനെല്ലൂർ, ഏലൂർ, വൈറ്റില, കാക്കനാട് എന്നീ ടെർമിനലുകളിലാണ് 19 ബോട്ടുകളുമായി ഇപ്പോൾ സർവീസ് ഉള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ യാത്രക്കാർ ഹൈക്കോർട്ട്, ഫോർട്ട് കൊച്ചി റൂട്ടിലാണ്. ആദ്യഘട്ടത്തിലുള്ള 15 ടെർമിനലുകളിൽ 10 എണ്ണത്തിൽ സേവനം ആരംഭിച്ചു. 5 ടെർമിനലുകളുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. മട്ടാഞ്ചേരി, വെല്ലിംഗ്ടൺ ഐലൻഡ് ടെർമിനലുകളിൽ അടുത്ത മാസം പ്രവർത്തനം ആരംഭിക്കാൻ ലക്ഷ്യമിട്ട് അന്തിമ ജോലികൾ പുരോഗമിക്കുകയാണ്. കുമ്പളം, പാലിയംതുരുത്ത്, കടമക്കുടി എന്നിവിടങ്ങളിൽ ടെർമിനലുകൾ ഏതാനും മാസങ്ങൾക്കുള്ളിൽ പണി പൂർത്തിയാക്കി പ്രവർത്തന സജ്ജമാകും. പദ്ധതിയെക്കുറിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്നുവരെ വാട്ടർ മെട്രോയ്ക്ക് അന്വേഷണം ലഭിക്കുന്നുണ്ട്. ലോകബാങ്ക് വാട്ടർ മെട്രോ സേവനവുമായി കൈകോർക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ടതനുസരിച്ച് മുംബൈ നഗരത്തിൽ വാട്ടർ മെട്രോ സേവനം നടപ്പാക്കാനുള്ള സാധ്യതാ പഠന റിപ്പോർട്ട് തയ്യാറാക്കി നൽകിയിട്ടുണ്ട്. വാട്ടർ മെട്രോയുടെ വിജയകരമായ നടത്തിപ്പിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശത്തെ തുടർന്ന് 11 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമുള്ള വിവിധ കേന്ദ്രങ്ങളിൽ പദ്ധതി നടപ്പാക്കാനുള്ള സാധ്യതാ പഠനം കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് നടത്തിവരുന്നു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.